ഏവർക്ക് സുപ്രഭാതം. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ യോസേപ്പ് അവിടെ എത്തി. പക്ഷെ യോസേപ്പ് വന്ന് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുന്നതായോ ഞങ്ങളുടെ അപ്പൻ അഥവാ യാക്കോബ് അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു എന്നോ ഒന്നും സഹോദരന്മാർ യോസേപ്പിനോട് ചോദിക്കുന്നതായോ നാം ഒരിടത്തും വായിക്കുന്നില്ല. ക്ഷേമം അന്വേഷിക്കാൻ വന്ന ആ വ്യക്തിയെ ഏത് നിലയിലും ഇല്ലാതാക്കാൻ ശ്രമിച്ച സഹോദരന്മാർ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? ഒരു പൊട്ടക്കിണറ്റിലേക്ക് യോസേപ്പിനെ വലിച്ചെറിയുവാൻ ഇടയായിട്ട് തീർന്നു. ആ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ സഹോദരന്മാർ സന്തോഷിച്ചു, അവൻ ഇല്ലാതായി തീർന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ യോസേപ്പ് പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ താൻ അനുഭവിച്ച ആ വേദനയുണ്ടല്ലോ, താൻ അനുഭവിച്ച ഏകാന്തതയുണ്ടല്ലോ, താൻ തന്റെ കണ്ണിൽ നിന്നൊരുക്കിയ കണ്ണുനീരുണ്ടല്ലോ, അത് കാണുവാൻ ഒരൊറ്റ മനുഷ്യനും ഭൂതലത്തിലില്ലായിരുന്നു. എന്തിന്? ഈ കിണറിന്റെ മുകളിൽ നിൽക്കുന്ന ഒറ്റ സഹോദരന്മാര് പോലും യോസേപ്പിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ കണ്ടില്ല. അവിടെ കിടന്ന മനുഷ്യൻ വളരെ വേദനിച്ചു. ഞാൻ എന്തിനിവിടേക്ക് വന്നു? ഞാൻ എന്ത് ദോഷമാണ് ഇവരോട് ചെയ്തത്? ഈ ചിന്തകളെല്ലാം യോസേപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ കിടന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിന്ന യോസേപ്പിന്റെ കണ്ണുനീർ ആരും കണ്ടില്ലെങ്കിലും അത് കണ്ട ഒരു ദൈവമുണ്ട്. യോസേപ്പിനെ പൊട്ടക്കിണറ്റിൽ നിന്നും സിംഹാസനത്തിൽ ഇരുത്തുവാൻ യോസേപ്പിന്റെ കണ്ണുനീർ കാരണമായിട്ട് തീർന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ, നമ്മളുടെ പ്രശ്നങ്ങളുടെ മുമ്പാകെ കണ്ണുനീരൊഴുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇന്ന് പകലിൽ നമുക്ക് ജീവിക്കാം. സർവേശ്വരൻ അതിന് നമുക്ക് ബലം നൽകി സഹായിക്കുമാറാകും.